മറയൂർ 9-ാം വാർഡ് കൂടവയലിൽ കനാൽ പണിയുന്നത് കർഷകരും ബിജെപി പ്രവർത്തകരും ഇടപെട്ട് തടസ്സപ്പെടുത്തി. ബിജെപി കൊടികുത്തി പ്രതിഷേധം അറിയിച്ചു. കർഷകർക്ക് യാതൊരുവിധ ഗുണവും ചെയ്യാതെ റോഡിന്റെ എതിർവശത്ത് പണിതു വരുന്നതിനാലാണ് കർഷകർ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത്. കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ കനാൽ പണിതില്ല എങ്കിൽ കനാൽ പണിയുന്നത് തടസ്സപ്പെടുത്തുമെന്ന് കർഷകരും ബിജെപി പ്രവർത്തകരും പറഞ്ഞു. 10-ാം വാർഡിന്റെ ഫണ്ട് മാറ്റി 9-ാം വാർഡിന് കൊടുത്തത് തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാവുമെന്നും ബിജെപി മുന്നറിയിപ്പ് നൽകി. കുടലിലുള്ള കൃഷിക്കാരനാണ്. ഞങ്ങൾ പ്രസിഡന്റ് അടക്കം ഇറിഗേഷൻ അടക്കം എല്ലാവരെയും കൊണ്ടുപോയി കനാൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. 2 വർഷമായിട്ട് പുറകെ നടക്കുക. ആ കനാൽ പൊളിഞ്ഞ് കിടക്കുന്നതിൻ്റെ പുറകെ 30 ഏക്കർ സ്ഥലം പായാനുണ്ട്. അവിടുത്തെ അവിടുത്തെ കനാലിന് ഒരു മുൻതൂക്കമില്ല. ഇവിടെ കൊണ്ട് എന്ത് ആവശ്യത്തിന് ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് പോലും ഒരു പിടിയുമില്ല. മുൻതൂക്കം ഇല്ലാത്തതിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് ഇതിനെ നിർത്തുക. ആവശ്യമുള്ള കണാക്കൾ, ഉള്ളിൽ കിടക്കുന്ന ആവശ്യമുള്ള കണാക്കൾ ഒത്തിരി കനാലുണ്ട്, അതിനൊക്കെ ചെയ്തു തരിക. എന്നാൽ ഇത് ചെയ്യാൻ ഇങ്ങനെയുള്ള കനാൽ പണിയുന്നുണ്ട്. ഞങ്ങൾ വന്നായിരുന്നു. ഇത് ഒരു കറമ്പ് കൃഷിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ വീടുകളൊക്കെ പണിയുന്നുണ്ട്. അത് എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഈ 10-ാം വാർഡ്, ഞാൻ 10-ാം വാർഡിൽ താമസിക്കുന്ന ഒരാളാണ്. അവിടുത്തെ സ്ഥിരതാമസക്കാരൻ. 10-ാം വാർഡ് ഞങ്ങൾക്ക് ആവശ്യമുള്ള കനാൽ അവിടെ പണിതിട്ടില്ല. അപ്പം അതിൻ്റെ ഫണ്ട് 3.5 ലക്ഷം രൂപ. ആ ഫണ്ട് ഇന്നലെ ഞങ്ങൾ പോയി കണ്ടായിരുന്നു. അവിടെ കനാൽ ഇടിഞ്ഞിട്ട് കൃഷിക്കാരൻ നമ്മുടെ തുറൈരാജ് കർഷകരാണ്. ഇവർ വെള്ളം എടുക്കാൻ വന്നപ്പോൾ അവിടെ വെള്ളം എടുക്കുമ്പോൾ ആ കനാൽ പൊടിഞ്ഞുമാണ് അവിടെ കിടക്കുന്നത്. ആ വെള്ളത്തെ ഇവർ എടുക്കുമ്പോൾ ആ നാട്ടുകാർ 2-3 വീട്ടുകാർ അവിടെ പരാതി പറഞ്ഞു. നിങ്ങൾ ഇവിടെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ താഴെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ആ വെള്ളം ഒഴുകി ഇങ്ങോട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇന്ന് ഇവിടെ വെള്ളം കെട്ട വേണ്ടാമെന്ന് ഇവരോട് പറഞ്ഞു. ഇവർ പരാതിയുമായിട്ട് ഞങ്ങളോട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അത് പഞ്ചായത്തിൻ്റെ വഴിക്കാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തോന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴാണ് അവിടെ 10-ാം വാർഡിലുള്ള അനുവദിച്ച ഫണ്ട് 9-ാം വാർഡ് വന്നിട്ടുണ്ട്. ഇത് ആവശ്യമില്ലാതെ ഒരു വർക്കാണ്. അതുകൊണ്ട് ആവശ്യമുള്ള ആ 10-ാം വാർഡിലുള്ള ഫണ്ട് അവിടെ തന്നെ ചെയ്യുന്നതാണ് ഞങ്ങളുടെ നിർദ്ദേശം. അവിടെ കർഷകരുടെ നിർദ്ദേശം അതാണ്. അതുകൊണ്ട് ഈ ഫണ്ട് എത്രയും പെട്ടെന്ന് 10-ാം വാർഡ് കൊണ്ടുപോയി എത്തിക്കാനുള്ള പരിപാടി ഞങ്ങൾ ചെയ്യും. ഇല്ലെങ്കിൽ ഈ വർക്ക് ഞങ്ങൾ ഇവിടെ ചെയ്യിപ്പിക്കില്ല. ഇന്നലെ ഞങ്ങൾ ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ ഞങ്ങളോർത്ത് വീടിൻ്റെ ഫൗണ്ടേഷൻ എടുക്കുക, സൈഡിൽ മതിൽ കെട്ടാൻ ഫൗണ്ടേഷൻ എടുക്കുമെന്ന് ഓർത്ത്. ഇന്ന് കാലത്ത് വന്ന് നോക്കുമ്പോൾ കോൺക്രീറ്റ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ചോദിച്ചത് താഴെ ഒരു 10 സെൻറ്റ് പോലും ഇല്ല സ്ഥലം, കൃഷിസ്ഥലം. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ അത് ഞങ്ങൾ പണിയുള്ളൂ എന്ന് പറഞ്ഞ് തർക്കത്തിൽ നിൽക്കുക. പോരെ, കുറച്ച് ഭാഗം വിട്ടിട്ടാണ് അതിൻ്റെ താഴെ കുറച്ച് പണിതു. അത് കഴിഞ്ഞ് ഉണ്ണിച്ചേരൻ്റെ വീടിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ബാക്കി ബാലൻസ് കിടക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് എവിടെ ആർക്കും ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഈ കനാൽ പണിയുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മേളിലേക്കെങ്കിലും കയറ്റി പണി, ഈ റോഡെങ്കിലും സംരക്ഷിച്ച് കിടക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതും പറ്റിയല്ല. അപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്തുകാരും വന്ന് പരാതി പറഞ്ഞു. ഇപ്പോൾ വർക്ക് നിർത്തി വെച്ചേക്കുക. ഇന്ന് രാവിലെ ഇവിടുത്തെ കർഷകർ പറഞ്ഞ അറിവിലാണ് ഞാനിവിടെ വരുന്നത്. ഞാനും അയ്യപ്പൻജി ഇവിടെ വരികയുണ്ടായി. ഈ വർക്കിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ഈ വർക്ക് ഇവിടെ കർഷകരാരും ഈ സംഭവം അറിഞ്ഞിട്ടില്ല. കാരണം ഈ വർക്ക് നടക്കുന്നതിൻ്റെ തൊട്ട് താഴത്തെ സ്ഥലങ്ങളെല്ലാം ഫ്ലോട്ട് ഇട്ട് വിറ്റ് വീട് വെക്കാൻ വേണ്ടി ഫ്ലോട്ടാക്കിയിരിക്കുന്ന സ്ഥലം. ഈ 3.5 ലക്ഷം രൂപ ഇവിടെ മുടക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ കർഷകന് യാതൊരു പ്രയോജനവുമില്ല. എന്നാൽ ഇതിൻ്റെ മുകളിലുള്ള കർഷകന് ആവശ്യമുള്ള കനാല് ബാലൻസ് നിൽക്കുന്നതിൻ്റെ തുടർച്ചയായ കനാല് പണിത് വരുവാണെങ്കിൽ റോഡിന് സംരക്ഷണവുമായേനെ. ഇവിടുത്തെ ഒരു 19 കർഷകർക്ക് വളരെയധികം പ്രയോജനമായേനെ. എന്നാൽ പഞ്ചായത്ത് മെമ്പർ ഇവിടുത്തെ 9-ാം വാർഡ് മെമ്പർ ഞങ്ങളോട് സംസാരിച്ചത് 10-ാം വാർഡിലെ മെമ്പറുടെ ഫണ്ട് അവിടെ വേണ്ട എന്ന് പറഞ്ഞ് വകമാറ്റി ഇവിടെ തന്നത് കൊണ്ടാണ് ഇവിടെ പണിയാൻ ഞങ്ങൾ തീരുമാനിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ 10-ാം വാർഡ് മെമ്പർ എങ്ങനെയാണ് 9-ാം വാർഡ് മെമ്പർക്ക് ഇത് വകമാറ്റി നൽകിയത് ഇവിടുത്തെ കർഷകർക്കറിയില്ല. ഇത് ഒരു ഗ്രാമസഭ കൂടുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ കർഷകരെ വിളിച്ചു കൂട്ടുകയോ തീരുമാനമെടുക്കാതെ പഞ്ചായത്ത് ഏകപക്ഷീയമായി ചെയ്ത കർഷക ദ്രോഹമാണ് ഈ കനാല്. ഇത് ഇവിടുത്തെ കർഷകർ അനുവദിച്ചു കൊടുക്കുവാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാണ് ഇന്നിവിടെ ഈ പ്രതിഷേധം, ഈ വർക്ക് തടഞ്ഞു വെച്ചുകൊണ്ട് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് ന്യായമായ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ, കർഷകന് നീതി ലഭിക്കുന്നതുവരെ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഇതിന്റെ ഒപ്പമുണ്ടാവും. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.